ഒരു ജില്ലി മിഠായിക്ക് മാത്രം വേണ്ടിയുള്ള ഒരു യാത്രയല്ല ഇത്. മദ്രസയിലെ പ്രവേശനോത്സവം കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു. രാവിലെ തന്നെ നട്ടപ്പര വെയിൽ. ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ നീണ്ടു പോകുന്നത് തോന്നിയാൽ നട്ടപ്പര വെയിലായാലും കുഴപ്പമില്ലെന്ന് വെച്ചു. കൂടെ ബാസിയും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ചാടിക്കളിയാണ് മൂപ്പര മെയിൻ. രണ്ടുപേരും കാന്തം പോലെയാണ്. ഏതെങ്കിലും ഒരു പോള് മാറ്റിക്കഴിഞ്ഞാൽ അപ്പം കാണാൻ കളി. കരച്ചിലും പിഴിച്ചിലുമായിട്ട് വേണം രണ്ടെണ്ണത്തിനെയും രണ്ടാക്കാൻ. റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോലും ഉറങ്ങാൻ പോകാത്ത ഇപ്പോഴത്തെ കാലത്ത് കൂട്ടുകാരൻ്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിന് പോകാൻ പറ്റുന്ന ഇവരുടെ ഒരു ഭാഗ്യമാണ് ഭാഗ്യം. 2-3 കാര്യങ്ങളുണ്ട് ഇന്നും. അസ്മോളുടെ സ്കൂളിൽ നിന്ന് പോകണം, ഇക്കാടെ വീട്ടിൽ പോകണം, പിന്നെ എന്താ മെയിൻ അച്ഛന് വായിക്കാൻ ലൈബ്രറിയിൽ പോയി അവൻ്റെ പേരിൽ തന്നെ മെമ്പർഷിപ്പ് എടുക്കണം. അങ്ങനെയാകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എനിക്കറിയാം. വായിക്കാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവിടെ ചെന്നപ്പോൾ ഇവന് മാത്രമേ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഓപ്പൺ ആയിട്ടുള്ളൂ. ദെൻ സ്കൂളിൽ പോയി അരി വാങ്ങി ഇക്കാടെ വീട്ടിൽ പോയി അവിടുന്ന് ഫാത്തിമത്താടെ ചൂട് ചായയും ദോശയും കഴിച്ചു. ആദിലുവിൻ്റെ കൂടെ ഒരു സിനിമയും കണ്ടു. ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചു. ഈ വഴി കാണാൻ എന്ത് രസമല്ലേ. ഈ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡ്രൈവിങ് പഠിച്ച വഴിയും കൂടെയാണിത്. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല രസമായിട്ട് പോകുന്ന നല്ല തണലൊക്കെ ഉള്ള ഒരു നല്ലൊരു റോഡാണ്. ഇതൊരു കാവാണ് കേട്ടോ. ഇതുപോലെ കുറേ തണൽ മരങ്ങളുള്ള ഒരു നല്ലൊരു റോഡാണ് ടിപ്പു സുൽത്താൻ ഈസ്റ്റ് റോഡ്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഓടിച്ച് പഠിച്ചത് 4 വീലറായിരുന്നു. പക്ഷെ ഇപ്പോൾ 4 വീലർ എടുക്കാൻ നല്ല പേടിയാണ്. 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 വീലർ എടുത്തു തുടങ്ങിയത്. കഴിഞ്ഞ തിരുവോണം ദിനത്തിൽ ഇതിലേ പോകുമ്പോൾ ഒരു അമ്മാമ്മനെ കണ്ടു. എൻ്റെ പെട്രോൾ കഴിഞ്ഞിട്ട് വണ്ടി വഴിപ്പെട്ടു. അപ്പം അങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാണ്. ആ അമ്മാമ്മയുടെ വീട്ടിലാണ് ഞാൻ വണ്ടി വെച്ചത്. ഇന്നും അവിടെ കയറി അമ്മയെ വിളിച്ചപ്പോൾ ഓടി വന്നു. അരി കിട്ടിയത് അവിടെ കൊടുത്തു. ചെറുതീറ്റങ്ങളാണെങ്കിലും എന്തെങ്കിലും ഒരു പണിയൊക്കെ ഞാൻ കൊടുത്തോണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഇതാണ് അസ്മോൾ സ്കൂള്. അസ്മോൾ വന്നില്ല കേട്ടോ. നിറച്ച് മാമ്പഴമൊക്കെ പൊഴിഞ്ഞെടുക്കുന്ന ഒരു വലിയ മാവുണ്ട്. എൻ്റെ നൊസ്റ്റു സ്കൂൾ കൂടിയിട്ടാണിത്. ഞാൻ യൂറോക്കെ പരീക്ഷയ്ക്കും വിജ്ഞാനോത്സവത്തിനൊക്കെ വന്നുകൊണ്ടിരുന്ന സ്കൂളത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വായ നോക്കാറുണ്ടോ? പക്ഷെ ഞാൻ വായ നോക്കാറുണ്ട് കേട്ടോ. ഇതിലേ പോകുമ്പോൾ ഞങ്ങൾ വായ നോക്കിക്കൊണ്ടിരിക്കുന്ന വീടത് അടിപൊളിയല്ലേ. വീടിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല, മൊത്തം ഒരു വൈബ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ വണ്ടി നിർത്തി വായ നോക്കണമെന്ന് മാത്രം. വീട് നിറച്ച് മരങ്ങളാണ്. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ലൈബ്രറിയിലേക്ക്. അസ്മോൾക്ക് അങ്ങനെ റീഡിങ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇയാളാണെങ്കിൽ അത്യാവശ്യം കഥാസെൻസൊക്കെ ഉണ്ട്. വായിക്കാനും എഴുതാനും ഒക്കെ ഇഷ്ടമാണ്. എന്നെപ്പോലെ തന്നെ കഥ കേൾക്കാനും ഉണ്ടാക്കി പറയാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ചന്ദ്രാപ്പിനിയിൽ നിന്ന് നേരെ കിഴക്കോട്ട് വരുമ്പോഴുള്ള ലൈബ്രറിയാണ്. പോസ്റ്റ് ഓഫീസും ലൈബ്രറിയും റീഡിംഗ് റൂമും അതുപോലെ ഡാൻസ് പ്രാക്ടീസും ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ശ്രീനാരായണ ട്രസ്റ്റ് നടത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ. അടിപൊളിയാണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ്. ആദ്യം വന്നപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ ഡാൻസ് പ്രാക്ടീസിങ്ങിനും മറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റിയൊരു ഹാളും ഉണ്ട് ഇവിടെ. ദേ ഇരിക്കുന്നു ബാലസാഹിത്യത്തിൻ്റെ എല്ലാ ബുക്കുകളും അടങ്ങിയ അലമാരി. അതിൻ്റെ ഇടയിൽ ഇവന്മാരൊരു കാര്യം കണ്ടുപിടിച്ചു, ഒരു നൊസ്റ്റു വഴി. അത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട് വിജ്ഞാനോത്സവത്തിന്. പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂളാണിത്. ആക്ച്വലി ഈ റൂട്ടിൽ കൂടെ എത്ര പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടെന്ന് അറിയോ. പക്ഷേ ഈ ഒരു ചെറിയ ഇടവഴി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ഇടവഴി കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ കാത്തിരുന്ന് ലൈബ്രറിയിൽ ചേച്ചി വന്നു. ചേച്ചി നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ, അടിപൊളി. അങ്ങനെ അവൻ്റെ പേരിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്തു. അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് 120 രൂപയാണ്, മന്ത്ലി 10 രൂപ. CID മൂസയിലെ പട്ടിനെ പോലെ അക്രാന്തായിട്ട് നിൽക്കായിരുന്നു ബുക്കുകൾ എടുക്കാൻ. ഈ അക്രാന്തം വായിക്കാനുണ്ടാവുമെന്നും അറിഞ്ഞൂടാ. അപ്പോൾ ബാസിമിന് ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചത് ഞാൻ അവൻ്റെ പേരിൽ. അപ്പോൾ
അപ്പോൾ ചേച്ചി പറഞ്ഞു ബാസുവിൻ്റെ പേരിൽ എടുക്കണ്ട, വേറെ എടുക്കണ്ട, ഒരെണ്ണത്തിൽ തന്നെ എടുത്താൽ മതി, എത്ര വേണമെങ്കിലും ബുക്ക് കൊണ്ടുപോകാം. അപ്പം ഞങ്ങൾ 4 ബുക്കാണ് എടുത്തത്. ആക്ച്വലി ഇവർ ബ്രദേഴ്സാണോ അതോ കസിൻ ബ്രദേഴ്സാണോ എന്നാണ് ആ ചേച്ചി ചോദിച്ചത്. ഞാൻ പറഞ്ഞു ബ്രദേഴ്സും അല്ല കസിൻസും അല്ല, ഇവർ ഫ്രണ്ട്സാണ്. ഇവന്മാരിങ്ങനെ അത് വേണം ഇത് വേണം ഏത് ബുക്ക് വേണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിൽ ബാലസാഹിത്യത്തിൻ്റെ അലമാരി മുഴുവൻ അരിച്ച് തപ്പിക്കൊണ്ടിരിക്കുക. അസ്മോള് വായിക്കാറില്ലെങ്കിൽ കൂടിയിട്ടും അവൾക്കും ഒരു ബുക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഹുസ്നുൽ ജമാൽ ബദറുൽ മുനീറിൻ്റെ ബുക്കാണ് എടുത്തത്. ഇവർക്ക് ആ ഷെൽഫ് മുഴുവനുള്ള പുസ്തകങ്ങൾ എന്തായാലും ഇവർക്ക് വേണം. ഇവർ ഈ വെക്കേഷൻ കൊണ്ട് ഇതൊക്കെ വായിച്ച് തീർത്ത് വേറെ ബുക്സ് ആവശ്യപ്പെടുമെന്നാണ് ഇപ്പം എൻ്റെ ടെൻഷൻ. ആവേശം കണ്ടില്ലേ, എന്താ ആവേശം. അവസാനം വരെ ഉണ്ടായാൽ മതിയായിരുന്നു ഒരു ബുക്ക് വായിക്കാനെങ്കിലും. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ദിവസം ഞാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വായനാ കാർഡ് ഉണ്ടാക്കണം, വായിക്കണം. ഓരോ വായനാ കാർഡ് ഉണ്ടാക്കുമ്പോഴും അത് വായിച്ച് ഗ്രൂപ്പിലിടണം. ഏറ്റവും കൂടുതൽ വായനാ കാർഡ് ഉണ്ടാക്കുന്ന കുട്ടിക്ക് സ്കൂൾ തുറക്കുമ്പോൾ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന്മാരുടെ ബുക്ക് സെലക്ഷൻ്റെ ഇടയിൽ ഞാനും നോക്കിയപ്പോൾ പേരിക്കും നമ്മുടെ ആദിത്യ മാഷിൻ്റെ എൻ്റെ മരുന്നിൽ വെച്ച മക്കൾ. ആദിത്യ മാഷിനെ അറിയില്ലേ, ആദിത്യം കഥക്കോട്. ഇതൊരു കുറുങ്കവതകളുടെ പുസ്തകമാണ്. ഞാൻ വായിച്ചതാണ് കേട്ടോ. നമുക്ക് അടുത്തറിയുന്ന, പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക് അറിയുന്നവർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ആകാംക്ഷ ഉണ്ടാവും തീർച്ച. അപ്പോൾ അതെടുത്തു. അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് വായിക്കാനും അതുപോലെ വീഡിയോസൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ബുക്ക് അവൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാസിമിന് വേണ്ടി വേറൊരു ബുക്കും കൂടെ എടുത്തു. അങ്ങനെ ഇന്നത്തെ മിഷൻ കംപ്ലീറ്റ്. അടിപൊളി. വീട്ടിൽ വന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് 1 മാസം 10 രൂപ. അതൊക്കെ പ്രവേശന ഫീസും 10 രൂപ തന്നെ ഉള്ളൂ. എന്താ അല്ലേ?